നേഷൻ ഫസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷാജി പാണ്ഡ്യാല, ഇടത് നിരീക്ഷകൻ. ചേട്ടാ, നമുക്കിന്ന് ചോദിക്കാനുള്ളത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇന്ന് അവരുടെ സാധാരണ അണികൾക്ക് ലേശം പ്രയാസമുള്ള ഒരു ദിവസം തന്നെയാണ്. അവരുടെ സാധാരണക്കാരായ സഖാക്കളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് അദ്ദേഹം പാർട്ടി വിട്ടു പോയിരിക്കുന്നു. അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നതിൽ സാധാരണക്കാരായ അണികൾക്ക് പ്രയാസമുണ്ട്, പക്ഷെ പാർട്ടിക്ക് പ്രയാസമില്ല. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, അതിനകത്തുള്ളൊരു ഏറ്റവും സീരിയസ് ആയിട്ടൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞ് കുറെ ദിവസമായി ഇങ്ങനെ പറയുന്നു എന്ന് പറയുന്നുണ്ടാകുന്ന ഒരു തരം എന്താ പറയുക നിസ്സംഗത, അല്ലെങ്കിൽ ഒരു തരം ചില ട്രോളുന്ന ഇടപാട്, ഇതിങ്ങനെ ഉണ്ടാകുന്ന കുറെ ചില എന്താ പറയുക അധാർമികമായ സംഭവങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ച് തന്റെ തീരുമാനം ഞാൻ അറിയിക്കുകയും ചെയ്ത് പറയുമ്പോഴാണ് CPIMന്റെ ലീഡർഷിപ്പിന് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോഴാണ് നേരം വിളിക്കുന്നത്. അപ്പൊ അതിന് തൊട്ട് പിന്നെ തലേ ദിവസമോ അത് ചൊവ്വാഴ്ചയാണ് CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി, അതുപോലെ തന്നെ പിന്നെ അവിടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു വനിതാ സഖാവ് CS സുജാത ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഈ സംസാരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തെ പരസ്യമായിട്ട് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. സഖാവ് CS സുജാതയോട് അത് വിഷമം കൊണ്ട് ചോദിച്ചതും കൂടിയാണ്. പിന്നെ നിങ്ങളൊക്കെ പിന്നെ ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ ഒരു ചോദ്യം ഒരു സഖാവ് ഉന്നയിക്കുമ്പോൾ ആ സഖാവിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന വിങ്ങൽ എത്രയാണ് എന്ന് കേട്ടിരിക്കുന്ന സുജാതക്ക് തീർച്ചയായും മനസ്സിലായി കാണും. കാരണം അത്രമാത്രം ആ പാർട്ടിക്കകത്ത് അദ്ദേഹം ഒറ്റപ്പെടുകയും അദ്ദേഹത്തെ ബോധപൂർവ്വം ഒറ്റപ്പെടുത്തുകയും അവഗണിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുക ഒരു കേഡർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ ആത്മപീഡനമാണ് ആ സംഭവം. അത്തരം ഒരു ആത്മപീഡനം സഹിച്ചുകൊണ്ട് ഒരാൾ ആ പാർട്ടിക്കകത്ത് നിലകൊള്ളുന്ന ഇത്രയും കാലം നിന്നു എന്ന് പറയുന്നത് തന്നെ വാസ്തവം എന്താണെന്നറിയില്ല. ആ വാസ്തവത്തിൽ അദ്ദേഹത്തിന് അതിന്റെ മേലെ തന്നെ വാസ്തവത്തിൽ ഇവർ ഒരു വലിയ ബഹുമതി കൊടുക്കേണ്ടതാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് ചരിത്രപരമായ ഒരുപാട് വലിയ മൂല്യങ്ങളുള്ള ഒരു പാർട്ടിയാണത്. അതിൽ ഏറ്റവും പ്രധാന പുന്നപ്പുറവലാറിന്റെ സമരമാണ്. ഈ പുന്നപ്പുറവലാറിന്റെ സമരം എന്ന് പറഞ്ഞാൽ അത് ഈ പുന്നപ്പുറ സമരം വാരിക്കുന്തത്തിന് മേലെ വിരുപാട് കാട്ടി യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ കാൽപ്പനികമായ സംഭവം മാത്രമല്ല, അത് മറിച്ച് അത്തരം ഒരു കാൽപ്പനികതയിലേക്ക് എടുത്തു ചാടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അവബോധം, ഒരു ഈസ്തറ്റിക് സെൻസ്, ആകാശത്തിന്റെ നക്ഷത്രങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാവുന്ന കവിയുടെ മനസ്സ് അതിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ പോരാളിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വലിയ ചുടുകാട്ടകത്ത് വീണ് പോയിരിക്കുന്ന ആളുകളുടെ പിന്നെ ഒടുക്കിയിരിക്കുന്ന ആളുകളുടെ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിന് കണക്ക് പോലും നമുക്കറിയില്ല, എപ്പോഴും അറിയില്ല. ഇത്രയേറെ തീക്ഷ്ണമായ സമരം നടത്തിയിരിക്കുന്ന ഒരു ആലപ്പുഴയിലെ പാർട്ടി ഇത്രമാത്രം അധമന്മാരായിരിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് ഞെരിഞ്ഞമരുമ്പോ ഈ ഞെരിഞ്ഞമരുന്നതിൽ വിറളിമുട്ടൽ അതിനുണ്ടായിരിക്കുന്ന വലിയ വിഷമവും നിസ്സഹായതയുമാണ് വാസ്തവത്തിൽ ഇദ്ദേഹം കാണിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ എന്ന് പറയുന്നത്. ഈ വിയോജിപ്പ് വാസ്തവത്തിൽ ആര് ഉൾക്കൊള്ളുന്നതാണ്? പാർട്ടിക്കകത്ത് ഇപ്പോൾ അവിടെ ഇദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള യോഗ്യന്മാരുണ്ടല്ലോ ഇപ്പോൾ, മറ്റല്ലാതെ ഒരു സ്വയംഭൂവായിട്ട് വന്നൊന്നുമല്ലല്ലോ. ഈ വളർന്നു വന്നിരിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം, പറയാതെ പറഞ്ഞിരിക്കുന്ന ചോദ്യമാണ് അവസാനം. ആ പറയാതെ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കാണാതെ പകരം എന്ത് ചെയ്യാണ്? വീണ്ടും പരിഹാസവും പുച്ഛവും പിന്നെ അദ്ദേഹത്തിനെതിരെ നടത്തുകയാണ് ഇത്. ഈ പരിഹാസവും പുച്ഛവും നടത്തി സഹിക്കാവുന്നതിനപ്പുറത്തായപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഈ പാർട്ടിയിലെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുന്നത്. ഒരു 60 വർഷക്കാലത്തോളം ഒരു പാർട്ടിക്കകത്ത് വളരെ സമ്പന്നമായ പാരമ്പര്യം ഉണ്ടായിരിക്കുന്ന ഒരാൾ ആ പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ശരിക്ക് അയാളുടെ ഹൃദയത്തെ പറിച്ചു മാറ്റുക എന്നാണ് അർത്ഥം. ഹൃദയത്തെ പറിച്ചു മാറ്റാൻ മാത്രം ഉണ്ടായിരിക്കുന്ന വൈകാരികതയാണ് പാർട്ടി മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ ഒരാൾ തീരുമാനിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ അദ്ദേഹത്തിന്റെ ഉപരി കമ്മിറ്റിയിലുള്ള ആളുകൾ, അദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ സീരിയസ് ആയി അത് ചർച്ച ചെയ്യുകയും ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് ചർച്ച ചെയ്തത് പരിഹരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് പരിഹരിക്കുന്നതിന് പകരം സലാമിനെ പോലത്തെ വിദ്വാൻ ഇന്ന് വാർത്താസമ്മേളനം പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, VS കിട്ടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ പിന്നെ സൗജന്യങ്ങൾ ഈ പാർട്ടിക്കാർ കൊടുക്കുന്നത്. ഇത് പറയാൻ സലാം ആരാപ്പാ ഈ പാർട്ടിയിലെ? ആരാണ് ഈ പാർട്ടിയിൽ സലാം ഈ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് തന്നെ ഈ പിന്നെ സഖാവ് G സുധാകരന്റെ പിൻഗാമി എന്ന നിലയിലാണ് സലാം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അദ്ദേഹം ഓരോ സ്ഥലത്തും ഇദ്ദേഹത്തെ കൊണ്ടു നടന്ന് പരിചയപ്പെടുത്തുമ്പോൾ പോലും ആ പിന്നെ G സുധാകരൻ അത്രയേറെ സിൻസിയറായാണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നത്. ഇത് കൊണ്ടു നടന്നിരിക്കുന്ന ഒരാൾ ഒരു വിയോജിപ്പ് പരസ്യമായി പറഞ്ഞു വന്ന വിഷയത്തെ പരസ്യമായി പറയാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചതാണ്. അത് പറയുമ്പോഴത്തേക്കും ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കത്തെ അധികാരത്തിന്റെ ഭാഷയും പരിഹാസത്തിന്റെ ഭാഷയുമായി ധിക്കാരത്തിന്റെ ഭാഷയുമായി ഇതിനേക്കാൾ വലിയ സാധനം കൊടുത്തതാണ്. ഇവിടെ കൊടുത്തതല്ലാതെ പലതും അദ്ദേഹത്തെ തേടി വന്നതാണ്. അദ്ദേഹം ഒരു സാധനം ഇന്നുവരെ അങ്ങോട്ട് പോയി ചോദിച്ചിരിക്കുന്ന ഒരാളല്ല, ഒന്നും ചോദിച്ച ആളല്ല. അത് ചോദിക്കാതെ പാർട്ടി ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് അത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് അർഹനാണ് എന്നുള്ളതാണ്. എന്നാൽ ഇന്നിരിക്കുന്ന പല ആളുകളുടെ ചോദിച്ചു വാങ്ങുന്നവരാണ്
ഇതാണ് രണ്ടും തമ്മിൽ ഏറ്റവും ഘടനാപരമായിരിക്കുന്ന വ്യത്യാസം. ഈ ഘടനാപരമായിരിക്കുന്ന വ്യത്യാസത്തിന്റെ മേലെ ഈ പറയുന്ന ഔദാര്യങ്ങൾ മുഴുവൻ തന്നെ ചോദിച്ചു വാങ്ങി മറ്റുള്ളവർക്ക് വേണ്ടി വിടുപണി ചെയ്ത് പാർട്ടിക്കകത്ത് യോഗ്യന്മാരായി നിൽക്കുന്നവർക്ക് ഈ സുധാകരൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരിക്കലും കണ്ടെത്താനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല അവരതിന് ശ്രമിക്കുകയുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ പിന്നെന്താണ്, പിന്നെ ഇവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പാർട്ടി ഇത്രയും ഡീക്കേഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ ഈ പാർട്ടി നടന്നു പോവുക എന്നുള്ളത്, തുടർന്നു പോവുക എന്നുള്ളത് ഇതിനകത്ത് വരുന്ന ഈ കൂട്ടിക്കൊടുപ്പുകാരായിരിക്കുന്ന ആളുകളുടെ ദുരധികാര പ്രകടനം, പിന്നെ എന്താ പറയാ, അതിനെ പുൽകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എന്താ പറയാ സാമൂഹ്യ വിരുദ്ധമായ എല്ലാവിധ പിന്നെ സംഭവങ്ങളെയും കെട്ടിപ്പുണരാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഉണ്ടായിരിക്കുന്ന ആളുകൾക്ക് വിരാജിക്കാൻ മാത്രമുള്ള ഒരു സംഘടനയായി ഈ പാർട്ടിയെ അവർ മാറ്റി തീർത്തു എന്നതാണ് ഈ സുധാകരൻ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ വിഷയത്തിനകത്താണ് നമ്മൾ മറ്റു വിഷയം അങ്ങനെ പോകല്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം, നമ്മളിപ്പോൾ ഈ ഇദ്ദേഹം പലതവണ MLA ആയിട്ടുള്ള ആളാണ്. 2 തവണ ഇദ്ദേഹം മന്ത്രിയായി, പിന്നെ 2 തവണ PWD വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ആളാണ് ഇദ്ദേഹം. ഈ PWD വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്രയും ഏറെ ചെലവ് എന്താ പറയാ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടും 1 രൂപയുടെ അഴിമതി ആരോപണം പോലും വരാതിരിക്കുന്ന ഒരു മന്ത്രിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യത്തെ പേരായിരുന്നാണ്. ആ പേരായിരുന്ന പറഞ്ഞാൽ സുധാകരന്റെ പേരാണ് പറയാ. ദേവസ്വം വകുപ്പ് മന്ത്രിയാക്കി ഇപ്പൊ ഉണ്ടല്ലോ ഒരുത്തൻ ദേവസ്വം മന്ത്രി ഒരുത്തൻ ഇരിക്കുന്നുണ്ടല്ലോ. മണ്ണും പുണ്ണാക്കും അറിഞ്ഞുകൂടാതെ നാട്ടുകാരാൽ പലരാലും ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ആളുണ്ടല്ലോ ദേവസ്വം. ഇദ്ദേഹം അന്നേരം ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നപ്പോൾ എന്തായിരുന്നു ദേവസ്വം ബോർഡ് എന്ന് അദ്ദേഹം അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് PK ചന്ദ്രാനന്ദന്റെ റോഡ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയാ നമ്മുടെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇടുന്ന കുറെ ഒരു വിവരവും ഇല്ലാത്ത കുറെ കക്ഷികളുണ്ടല്ലോ. അതിൽ ഇടുന്ന സമയത്ത് അത് അവിടെയാണ് ഒരാൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ സമീപിക്കുന്നതെന്ന് പറയുന്നതിന് രാഷ്ട്രീയ സംഭവത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് PK ചന്ദ്രാനന്ദന്റെ പേരിൽ PK ചന്ദ്രാനന്റെ പേരിലുള്ള റോഡ് എന്ന് പറയുന്നത്. അങ്ങനെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന പടുബുദ്ധികളായിരിക്കുന്ന ആളുകൾ, അതായത് മൂടുതാങ്ങികളായിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഈ രീതിയിലുള്ള ഭക്ഷണത്തരം വിളിച്ചു പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ 1 രൂപയുടെ അഴിമതി ആരോപണം ഒരു വിധേയത്തിനെ ഉന്നയിക്കാനും പിന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. മോഷണം നടത്തിയില്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഒരു ഉത്തരവ് അതിനില്ല. മോഷണം നടത്തിയിട്ടില്ല. ഈ മോഷണം നടത്താതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു രീതിയിൽ, സത്യസന്ധതയിൽ, സുതാര്യതയിൽ, കർക്കശ നിലപാടുകളിൽ ഒരു ഭരണാധികാരി തന്റെ അധികാരം അയാളത് പാലിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് പാലിക്കുന്നത് അദ്ദേഹം വളർന്നു വന്ന ചുറ്റുപാടും അദ്ദേഹത്തെ പാർട്ടി ഹോൾഡ് ചെയ്യുമ്പോൾ ആ പാർട്ടി ലീഡർഷിപ്പ് ഇദ്ദേഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയോ അദ്ദേഹം അവരിൽ നിന്ന് ഇദ്ദേഹം ആർജിക്കുകയോ ചെയ്തിരിക്കുന്ന സത്യസന്ധതയുടെ ഭാഗമായതുകൊണ്ടാണ്. അതായത് അണ്ണുവിട വ്യതിചലിക്കാത്ത സത്യസന്ധത, ധാർമ്മികത, ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിനെതിരായി ജി സുധാകരൻ സഖാവിനെതിരായിട്ട് ഒരു നേരിയ അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്തത്. ചേട്ടാ ഒരു ചെറിയ കാര്യം ഞാൻ ഒരു കാര്യം ഇതിനിടയിൽ ചോദിച്ചോട്ടെ. ചേട്ടൻ പറഞ്ഞു വന്നപ്പോൾ ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞില്ല. 25 പേരടങ്ങുന്ന ഒരു സൈബർ പട അദ്ദേഹത്തിനെ കടന്നാക്രമിക്കുന്നു. ചേട്ടാ, ഇത് ആലപ്പുഴ ജില്ലയിലെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളവരാണ് ഇതെല്ലാം പറയുന്നത്. ഇപ്പോൾ H സലാം പറഞ്ഞതുപോലെ തന്നെ ഈ പാർട്ടിയിൽ തന്നെ ഇന്നലെ വന്നവർ, ഈ പറയുന്ന ഇവര് സഖാക്കളെന്ന് പറയാൻ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ പറഞ്ഞു. ചേട്ടാ, ഇതെല്ലാം കണ്ടിട്ട് ഇന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ ജയിക്കുമോ എന്ന്. അപ്പോൾ അദ്ദേഹം വളരെ രാഷ്ട്രീയ കൗശലത്തോടെയാണ് പറഞ്ഞത് പിണറായി ജയിക്കും, മുന്നണി വരില്ല എന്ന്. എൻ്റെ സംസാരത്തിലെ ആദ്യത്തെ ചോദ്യം, ഈ 25 പേരടങ്ങുന്ന ഒരു സൈബർ പട അദ്ദേഹത്തിനെ ആക്രമിച്ചു, ഇത്തരത്തിൽ പറഞ്ഞു. എന്നിട്ട് എന്തിന് ഇപ്പോൾ ഈ പിണറായി ഇന്നലെ അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കണം? അതൊന്ന് പറയാമോ? അതുകൂടെ പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമുക്ക് ഇപ്പോഴൊന്നും പറഞ്ഞ് സംസാരിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ജി സുധാകരൻ്റെ വിടവാങ്ങൽ അത്ര കണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള വിഷയമല്ല എന്ന് സാധാരണ പ്രേക്ഷകർക്കറിയാം. അത് കോൺഗ്രസ് പാർട്ടിയിലായാലും മറ്റേത് പാർട്ടിയിലായാലും. എൻ്റെ ചോദ്യം, ഇതുവരെ എവിടെ പോയിരുന്നു പിണറായി? ഇന്നലെ ഫോൺ ചെയ്യുന്നു, ഇന്ന് അദ്ദേഹം ജയിക്കുമോ എന്ന് പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ ജയിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നണി അതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. ചേട്ടാ, ഒന്ന് അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അല്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ജി സുധാകരൻ സാഹിബ് പറഞ്ഞെന്താ പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ ധർമ്മടത്തിൽ ചിലപ്പോൾ ജയിച്ചേക്കാം. അതാണ് ഒരു ടഫായ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ ധർമ്മടത്ത് അയാൾ ജയിക്കാനും പോകുന്നത്. അത് വേറെ വിഷയം. അതെ, അത് അതോടെ ഉണ്ടാവില്ല. പിന്നെ 22 സൈബർ സഖാക്കൾ എന്ന് പറഞ്ഞില്ലേ, ഇവനല്ല എന്ത് സൈബർ, ഇവനല്ല എന്ത് സൈബർ സഖാക്കൾ, ഇവനല്ല ആരോടും ഇതിൽ പറഞ്ഞു. ഈ 22 സാമൂഹ്യ വിരുദ്ധന്മാരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഘടകം ഏതാണ്? ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ഘടകം ഈ പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ തന്നെയാണ്, മറ്റാരുമല്ല. ഈ സുധാകരൻ സഖാവിനെ ആക്രമിക്കുന്ന ഗൂഢലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് 22 സൈബർ സഖാക്കളുടെ ഇടപാടുകൾ എന്ന് പറഞ്ഞത്. ഈ പറയുന്ന പരിഹസിക്കുന്നതിന്റെ പറയുന്ന ബേസിക് ആയിരിക്കുന്ന പൊളിറ്റിക്സ് എന്താണ്? അത് പരോക്ഷമായി
പിന്നെ ഇദ്ദേഹത്തെ പ്രത്യക്ഷത്തിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ അഴിമതിയും അധാർമികതയും പിന്നെ ദുരധികാരവും പ്രയോഗിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നത് കൂടെ അർത്ഥവും കൂടി ഉണ്ട് ഇതിനകത്ത്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം. ഈ അർത്ഥത്തിലാണ് ഈ സൈബർ സഖാക്കൾ എന്ന് പറയുന്നവർ എന്താ പറയുക പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നത്. പിന്നെ ഇതിനകത്ത് ലോക്കൽ കമ്മിറ്റി എന്താണ് മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾ പറയുന്നത്? ഈ ലോക്കൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അറിവ് എന്താണ്? മാനിഫെസ്റ്റോ കണ്ടിട്ടുണ്ടാവോ ഇവൻ? കണ്ടിട്ടുണ്ടാവില്ല. കാര്യം കണ്ടാൽ തന്നെ വായിച്ചിട്ടുണ്ടാവോ ഇവൻ? കണ്ടിട്ടുണ്ടാവില്ല. CPIM എന്ന് പറയുന്ന പാർട്ടിയുടെ പരിപാടി കണ്ടിട്ടുണ്ടാവോ ഇവൻ? 1964 എന്തിനാണ് ഈ പാർട്ടി പറഞ്ഞതെന്ന് ഇവൻ അറിയാമോ? ഇതൊരു മണ്ണാങ്കട്ടി അറിയില്ല, ഒരു മണ്ണാങ്കട്ടി അവർക്കൊന്നും അറിയില്ല. പിന്നെ പാർട്ടിയാണ് എന്താണ് അത്? ഞാൻ ഇന്ന നേതാവിന്റെ ഏറ്റവും അടുത്ത ആളാണ്. ഈ നേതാവ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെമ്പാടും വന്നിരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന പാർട്ടി പ്രവർത്തകർ പല തവണയായി ഞാൻ ആവർത്തിക്കുന്നതാണ്. ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം വന്നിരിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഒരൊറ്റ ഒരുത്തനും മഹാഭൂരിപക്ഷം പേരും പാർട്ടി മെമ്പർഷിപ്പിൽ വരാൻ യോഗ്യതയില്ലാത്തവരാണ്. അതിൽ പലരും പിന്നെ കൂട്ടിക്കൊടുപ്പുകാരാണ്, നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ വിതരണക്കാരാണ്, അങ്ങനെ വരാവുന്ന പെണ്ണുകുട്ടി കൊടുക്കുന്നവരാണ്. മറ്റ് എല്ലാവിധത്തിലുണ്ടായിരിക്കുന്ന അധാർമിക പ്രവൃത്തിയും ഈ പാർട്ടിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നടത്താൻ കഴിയുമെന്നുണ്ടായിരിക്കുന്ന ഒരു ആത്മധൈര്യത്തിന്റെ മേലെ മാത്രമാണ് പലരും ഈ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. എനിക്ക് അറിയാവുന്ന പലരും അങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് അത്ര ഉറപ്പിച്ചും തർപ്പിച്ചും പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് G. സുധാകരൻ സഖാവ് എന്ന് പറഞ്ഞ ഒരാൾക്ക് അവർക്കൊരു വിഷയമല്ല. കാരണം ആ ജയിക്കാൻ എന്ത് മതി? ബഹുജനത്തിന്റെ പിന്തുണയല്ല വേണ്ടത്, പകരം ബലപ്രയോഗമാണ്. ഈ ബലപ്രയോഗമാണ് എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും ഗംഭീരമായിട്ട് ആര് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഏറ്റവും പിന്നെ ബംഗാളിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന പുസ്തകം കുറച്ച് മുമ്പിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. ശൗര്യ ഭൗമിക് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തനം എഴുതിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന വർക്കാണ്. മലയാളത്തിൽ പ്രിയദർശിനി ഇവരാണത് മലയാളത്തിലേക്ക് പ്രസന്റ് ചെയ്തിട്ട് ഈ കുറച്ച് മുമ്പിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു പാർട്ടി എന്താണ് എന്ന്, എങ്ങനെയാണ് ആ പാർട്ടി ഇങ്ങനെ എല്ലാമായി തീർന്നതെന്നും വളരെ വ്യക്തമായിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട്. SFI രംഗത്ത് വന്നിരിക്കുന്ന ചെറിയൊരു ഡിവിഷൻ വരുത്തിയിട്ട് അവർ SFI രംഗത്ത് വന്നിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ കഥയും കൂടി ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരനെ കുറിച്ച് പറയുന്നത്. എന്താണെന്നറിയോ? ഒരു മിനിറ്റ് ഈ ഭുവനൻ ഈ ഇത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളം പടക്കുന്നുണ്ടാവും. അദ്ദേഹം രക്തസാക്ഷിയെ അമരനാണ് എന്ന് പറയുമ്പോൾ തന്റെ സഹോദരൻ മാത്രമല്ലാതെ തന്നിൽ നിന്നാണ് അവൻ ഇടതുപക്ഷ രാഷ്ട്രീയം പഠിച്ചത് എന്ന് ഈ G. സുധാകരൻ ആവർത്തിച്ച് പറയാറുണ്ട്. തന്നിൽ നിന്നാണ് അവൻ ഇടതുപക്ഷ രാഷ്ട്രീയം പഠിച്ചത്. അവനവിടെ പിന്നെ തലച്ചോറ് തകർന്നിട്ടാണ് ഈ ഇദ്ദേഹത്തിന്റെ സഹോദരൻ മരിക്കുന്നത്. ആ മരിച്ചതിനായിട്ട് കേസ് കടത്താൻ പാർട്ടി 5 നയ പൈസ കൊടുത്തിട്ട് അതിന്റെ വിഷയം അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത്. ഞാൻ അതുമല്ല പറയുന്നത്. ഈ പറയുന്ന രക്തസാക്ഷിയോടുണ്ടായിരിക്കുന്ന അദമ്യമായ കൂറിന്റെ ഭാഗവും കൂടിയാണ് അദ്ദേഹം ഈ പാർട്ടിക്ക് ഈ അപമാനം മുഴുവൻ സഹിച്ചതും ആ പാർട്ടിയുടെ കൂടെ നിന്നത്. പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും അറിയില്ലടോ രക്തസാക്ഷിത്വത്തിന്റെ വില എന്താണെന്ന് അറിയില്ല. അത് അറിയാത്തതുകൊണ്ടാണ് പയ്യന്നൂരില് പിന്നെ ധീരജിന്റെ കൊലപാതകം നടത്തില്ലേ, രാജ് കൊലപാതകം നടത്തില്ലേ, ആ കൊലപാതകത്തിന് ഫണ്ട് മുക്കുന്നത് അതുകൊണ്ടാണ്. പാർട്ടിയുടെ DC മെമ്പർ പരസ്യമായി അത് വിളിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. എന്നിട്ടോ ആ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ആൾ കുറ്റവാളിയാവുകയും ഓനെ പുറത്താക്കുകയും പിന്നെ അവസാനം താഴ്കാന്ന് പറയോ ആ ഉന്നയിച്ചിരിക്കുന്ന ആളെ ശാരീരികമായി വേണമെങ്കിൽ നേരിടാമെന്ന് പറയാവുന്ന രീതിയിലേക്ക് അത് പറഞ്ഞില്ല. ആ രീതിയിലേക്ക് പോലും പറയാവുന്ന രീതിയിലേക്ക് പൊതുജനങ്ങളെ പാർട്ടിയിലെ ഉച്ചാടികളെ കൊണ്ട് വിമർശനം നടത്തിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഇവിടെ ഇപ്പുറത്ത് ഇത് ചെയ്യുകയും ചെയ്യുക, അങ്ങേപ്പുറത്ത് മറുഭാഗം നടത്തുകയും ചെയ്യുക. ഇതുപോലെ രക്തസാക്ഷികളെ അപമാനിക്കും. ആ അപമാനത്തിന് അല്ലടോ എന്റെ സഹോദരൻ ഇതിന് ബലി കൊടുത്തത് എന്ന പൂർണ്ണ ആത്മധൈര്യത്തിന്റെ മേലെയും കൂടിയാണ് ഈ സഖാ G. സുധാകരൻ ആ പാർട്ടിയുടെ അത്രയും വലിയ കൂറ് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് അതിനകത്തൊരു ഉറപ്പുണ്ടാവണം. ഇനി രണ്ടാമത് വേറൊരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇതിനകത്ത് വീണ്ടും തിരിച്ചു ചെല്ലാൻ കഴിയാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒറ്റ ഉത്തരം ഉത്തരേ ഉള്ളൂ. എന്താന്ന് പറയാ, അതിനകത്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഒറ്റ നേതാവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരാളും ഇല്ലാത്ത ആളുടെ ഞാൻ എന്ത് പ്രതീക്ഷയാണ് പുലർത്തുക? അതിനകത്തൊരു VS ഇല്ല, അതിനകത്തൊരു MP രാഘവൻ ഇല്ല, അതിനകത്തൊരു NS ഇല്ല. അതിനകത്തുള്ളത് ആരാണ് ഉള്ളത്? ഈ പറയുന്ന കാട്ടാസ മുഖ്യമന്ത്രിയാണ് അതിനകത്തുള്ളത്. ഇല്ലെങ്കിൽ ഇതാടെയില്ല സജി ചൊറിയാൻ എന്ന് വിളിക്കുന്ന വിദ്വാനാണ് സെക്രട്ടേറിയറ്റ്. എന്ത് സെക്രട്ടേറിയറ്റ് ആണല്ലോ, എടുത്ത സെക്രട്ടേറിയറ്റ് ആയില്ലോ. ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ പറഞ്ഞാൽ എന്താന്ന് പറയുന്നത് അത് അതിന്റെ ഒരു പദവിയുടെ പാർട്ടിയുടെ പദവിയുടെ അതല്ലോ. ഒരു നിലയും വിലയും അറിയാതെ തനിക്ക് കൂട്ടുപിടിക്കാവുന്ന ആളുകൾ സെക്രട്ടേറിയറ്റിലേക്ക് എടുത്ത് തന്റെ തീരുമാനങ്ങൾ നടക്കാനുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ എന്ന പേര് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും സെൻട്രൽ കമ്മിറ്റിയും അല്ല, സെക്രട്ടേറിയറ്റും അല്ല, ചീഫ് കമ്മിറ്റിയും അല്ല, പോളിറ്റ് ബ്യൂറോ അല്ല.
ഇവിടെ അറിയേണ്ടുന്ന വിഷയം ഇതുപോലുള്ള സഖാക്കൾ ഉന്നയിച്ചിരിക്കുന്ന ഗൗരവതരമായിരിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ ഗൗരവതരമായി സമീപിച്ചില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ തിരിച്ചടി 100% ഉറപ്പ്, അത് വേറെ വിഷയം, 100% ഉറപ്പ്. പക്ഷേ ഞാൻ കാണുന്ന അതിനേക്കാൾ ഗൗരവമായിരിക്കുന്ന വിഷയം ആ പാർട്ടിക്കകത്ത് വീണ്ടും പുതിയ രീതിയിലുള്ള പുതിയ പ്രതിബന്ധങ്ങൾ ആ പാർട്ടിയെ കാത്തിരിക്കുകയാണ്. പുതിയ പ്രതിബന്ധങ്ങൾ ആ പാർട്ടിയെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന ഉദാഹരണമാണ് പരസ്യമായി ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ CPM-ന്റെ കോട്ടകൾ തകരും, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മറിച്ച് തെരഞ്ഞെടുപ്പിൽ അവർ തോൽക്കുന്നത് നിസ്സംശയം. പക്ഷേ ആ പാർട്ടി നേരിടാനിരിക്കുന്ന പ്രകമ്പനങ്ങൾ, അതായത് അതിന്റെ പതറുന്നതിന്റെ അലയൊലികളുണ്ടല്ലോ, ആ അലയൊലികൾ ഇവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരിക്കും. പിന്നെ ഇവർ പഴയ ഓല വരിക്കും, ഇതിനേക്കാൾ വലിയ സാധനത്തെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുമായിരിക്കും. ആയിക്കോട്ടെ, പക്ഷേ അതൊന്നും നേരിടാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു പാർട്ടി നേതൃത്വം ഇപ്പോൾ അതിനില്ല. അതിന് മാത്രം ഉണ്ടാക്കുന്ന സംഘടനാപരമായി അതില്ല. അതിന് മാത്രം ഉണ്ടായിരിക്കുന്ന താത്വികമായ പരിജ്ഞാനമുള്ള ആളുകളും അതിനകത്തില്ല. ഇതൊന്നുമില്ലാത്ത ഉടനെ ഏത് കാലവും വികസനം 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 എന്ന് പറഞ്ഞ് നടന്നായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം അതൊന്നും അല്ല, അതൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വലിയ തോതിലുണ്ടായിരിക്കുന്ന തിരിച്ചടി നേരിടാതിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമായിട്ട് വേണം വാസ്തവത്തിൽ ഇതിനെ കാണാമെന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ LDF തകരുന്നു എന്നല്ല വരുന്നത്, പാർട്ടി തകരുന്നു എന്ന് മാത്രമല്ല വരുന്നത്. ഇത് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രത്യാഘാതത്തിന് മറുപടി പറയേണ്ടത് ഇന്ന് നിലവിലുള്ള CPM-ന്റെ കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയും അതോടൊപ്പം തന്നെ CPM-ന്റെ പ്രതിനിധീകരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളുമാണ്. ഈ ആളാണ് കേരളത്തിനകത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ. ഇവർ പുറത്താക്കുന്ന ആളുകൾ മുഴുവൻ ആളുകളും ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ച് ആരാന്റെ ഒന്നിനും കൊള്ളാത്ത കാട്ടാസുകൾ പോലും വലിയ നിലവാരമുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന വർത്താനം പറയുന്നത്. ഇവിടെയാണ് ജി സുധാകരൻ സഖാവിനെതിരെ നടപടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വെച്ച ആളുടെ വേറെന്നാ പേര്, ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ആളാണ് കരീം. കോഴിക്കോട് കഴിഞ്ഞ പാർലമെന്റ് എത്ര ലക്ഷം വോട്ടിലാണ് ചങ്ങായി തോറ്റെന്ന് ആദ്യം ആലോചിക്കും. അയാൾ എത്ര ലക്ഷം വോട്ടിനാണ് അവിടെ തോറ്റത്? മ്ലേച്ഛമായ ഭാഷ പറഞ്ഞ പുതിയ ചെറുപ്പക്കാരുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരല്ലേ മലപ്പുറത്തുകാരെ. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര ലക്ഷം? 3 ലക്ഷത്തിൽ പരം വോട്ടിനാണ് തോറ്റത്. മൂന്ന് ലക്ഷം വോട്ടിനാണ് തോറ്റത്. പിന്നെ ഒരു വലിയ ആളാന്ന് പറഞ്ഞു നടക്കുന്നതല്ലോ ഈ പറയുന്ന സ്വരാജ്. സ്വന്തം വാർഡിൽ തോറ്റവനല്ലോ അല്ലെ? നിങ്ങൾ അറിയേണ്ട വിഷയം എന്നാൽ ഇവിടെയാണ് ഈ ജി സുധാകരൻ ഉന്നയിക്കുന്ന സംഘടനാപരമായിരിക്കുന്ന വിഷയവും തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് രാഷ്ട്രീയ പ്രശ്നം അവിടെയാണ്. ഈ വിഷയത്തെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. ആ വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യാതെ അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത്. ഇത് ഉന്നയിക്കാതെ കഴിയാതെ പോകുന്നത് എന്താണെന്നറിയോ? പാർട്ടി എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയല്ല. പാർട്ടി എന്ന് പറയുന്നത് ഇതുപോലുള്ള അലവലാദികൾക്ക് ഭരിക്കാനും രമിക്കാനുമുള്ള ഒരു സംഘടനാ രൂപം മാത്രമായി ചുരുങ്ങുമ്പോൾ പാർട്ടി ജനങ്ങളിൽ നകരും. പാർട്ടി ജനങ്ങൾ നകരും കഴിഞ്ഞാൽ പാർട്ടി ജനം എന്ത് ചെയ്യും? ജനം പാർട്ടിയെയും ഒഴിവാക്കും, ജനം പാർട്ടിയെയും ഒഴിവാക്കും. അതാണ് അതിന്റെ ഡയലക്ടിക്സ്. അങ്ങനെ ഒഴിവാക്കപ്പെട്ട പാർട്ടിക്കകത്തെ കുറെ ആളുകളുടെ, കുറെ ആരാച്ചാരമായിരിക്കുന്ന ആളുകളുടെ ഒരു ഇടപാട് മാത്രമായിട്ട് ഈ സാധനം മാറും. ഈ മാറുന്ന ചിത്രമാണ് വാസ്തവത്തിൽ കേരളത്തിലെ പൊതുജനത്തിന് മുന്നിൽ ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന വിഷയമായിട്ട് വരുന്നത്. എനിക്ക് ഒരു സാധനം ഇയാൾ ഈ അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ, വരുന്ന നോക്കിയാൽ നമ്മുടെ ഇതില്ലേ ശബരിമലയിലെ SIT റിപ്പോർട്ടില്ലേ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇവർ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? ഈ പദാസ് എന്തിനാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്? ആ റിപ്പോർട്ട് പ്രകാരം നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഒരുപാട് കുറെ ആളുകളെ നിങ്ങൾ പിടിച്ചു, എല്ലാ ആളുകളെ ബോധ്യപ്പെടുത്തി. സംഭവം കോടതിയിലെത്തിയോ? ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്കെല്ലാം രക്ഷപ്പെടാനുള്ള സാധ്യത അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എമ്പടിയിലാണത് അല്ലേ? ഇവിടെയാണ് പാർട്ടി നിശ്ചയിക്കുന്ന ഒരു അന്വേഷണ കമ്മീഷൻ. ആ അന്വേഷണ കമ്മീഷൻ എന്തിനാണ് പാർട്ടി അന്വേഷണ കമ്മീഷൻ വെക്കുന്നത്? നേരത്തെയാണെങ്കിൽ സത്യസന്ധമാണത്. പക്ഷെ ഇപ്പൊ വെക്കുന്ന അന്വേഷണ കമ്മീഷൻ എന്താണോ? ഒരാളെ എങ്ങനെ സാക്ക് ചെയ്യണം എന്നുള്ളതിനാണ്. ഒരാളെ എങ്ങനെ സാക്ക് ചെയ്യണം, ഒരാളെ എങ്ങനെ നശിപ്പിക്കണം. അതുകൊണ്ടാണ് 22 കുറ്റാരോപണങ്ങൾ ജി സുധാകരനെതിരെ ഉന്നയിച്ചു. 22 കുറ്റാരോപണങ്ങൾ. ആ 22 കുറ്റാരോപണങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ വോട്ടർ തോറ്റിരിക്കുന്ന ഒരാളും കൂടിയാണല്ലോ ഈ നമ്മളെ തോമസ് ഐസക്ക്. അതിനെക്കുറിച്ച് അന്വേഷണമില്ല. എന്താ അന്വേഷണമില്ലാത്തത്? ഈ അന്വേഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി വിഷയം വന്നപ്പോ ഇദ്ദേഹത്തെ ന്യായീകരിക്കാനോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനോ പോലും ഐസക്ക് തയ്യാറാവാതിരുന്നത്.
ഇതാണ് വിഷയം. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇത് മുഴുവൻ തന്നെ ഒരേ പിന്നെ രീതിയിൽ കെട്ടി സഞ്ചരിക്കാവുന്ന അങ്ങേയറ്റം എന്താ പറയുക 6 വഷളന്മാരായിരിക്കുന്ന ആളുകളുടെ പാർട്ടി വിരുദ്ധരുടെ കൂട്ടായ്മയാണത്. അതുകൊണ്ട് പാർട്ടിക്കെതിരെ കലാപം ചെയ്യുന്നവരല്ല പിന്നെ വാസ്തവത്തിൽ പാർട്ടി വിരുദ്ധർ എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള ആളുകളാണ് പാർട്ടി വിരുദ്ധന്മാരാവുന്നത്. എന്നാൽ ഇതിനകത്ത് നിന്ന് പുറത്തു വന്ന് ഇതുപോലെ സമരം ചെയ്ത് പുറത്തു വരുന്നവരുണ്ടല്ലോ. സച്ചിദാനന്ദന്റെ ഒരു വലിയ കടമെടുത്ത് പറഞ്ഞാല് ശരിക്കും അദ്ദേഹം ഒരു ഇതിനകത്ത് പറയുന്നുണ്ട്, പിന്നെ അനീതിക്കും അധാർമികതക്കുമെതിരെ ദുരധികാരത്തിനുമെതിരെ പിന്നെയും പിന്നെ റിബലുകൾ, അതായത് പിന്നെ എന്താ പറയാ റബലുകൾ പിന്നെയും കലാപം ചെയ്യും. ഈ കലാപത്തിന്റെ പ്രക്ഷോഭങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്രക്ഷോഭത്തിന്റെ ഋതുഭ്രമണങ്ങളിലൂടെയാണ് ചരിത്രം പിന്നെയും സുഫലയാവുന്നത്. അവിടെ ചരിത്രം പിന്നെയും ആലപ്പുഴയിൽ സുഫലയാവുന്ന സംഭവത്തിന്റെ ഏറ്റവും ധന്യമായ ഒരു ആരംഭമായി സത്യത്തിൽ ഈ ജി സുധാകരന്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വവും പിന്നെ പാർട്ടിക്കെതിരായിട്ട് കലാപം നല്ലത്. പാർട്ടി നടത്തി വരുന്ന ജനവിരുദ്ധമായ സംഘടനാ വിരുദ്ധമായ ഒരു പ്രവൃത്തിക്കെതിരെ വരുന്ന ഒരു റിബൽ നേച്ചർ, ആ റിബൽ നേച്ചർ കലഹം എന്തായിത്തീരുന്നു പറഞ്ഞാൽ തീർച്ചയായും അത് ഗൗരവതരമായ ഒരു ജനാധിപത്യ വിഷയമായി ഉയരുമെന്ന് തന്നെയാണ് മിസ്റ്റർ അയ്യപ്പദാസിന്റെ എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. നന്ദി, താങ്ക് യു.